മുമ്പിലുള്ള വീടാണെങ്കിലും അവർക്ക് പൂച്ചെടി വെക്കുന്നുണ്ട്. പക്ഷെ ഇതേപോലെ അത് ചിലപ്പോ മണ്ണിന്റെ മണ്ണാണ് ഞങ്ങളുടെ മനസ്സിലിങ്ങനെ തോന്നി ഒരു പിന്നെ കുമ്മായ മണ്ണാണ് ഇവിടുത്തെ മണ്ണ്. മറ്റേ ഇങ്ങനെ ഇംഗ്ലീഷ് വളങ്ങളൊന്നും ചെയ്യാം. പക്ഷെ എന്നാലും ഞാൻ ആ പൈപ്പിന്റെ ഉള്ളില് മണ്ണ് നിറച്ച് വെച്ച് അതിനകത്ത് പിടിപ്പിക്കാൻ കുറച്ച് പണി ഞങ്ങൾക്ക് പിടിച്ചു കിട്ടുന്നു. മണ്ണ് പുറത്തുനിന്ന് വിട്ടില്ല. ഹായ്, ക്രിയേറ്റീവ് ഗാർഡന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്നുള്ളത് വയനാട് സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്താണ്. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ തണ്ടേക്കാട് എൽദോ ചേട്ടന്റെയും ജോളിയാന്റിന്റെ വീടാണ്. വീടിന്റെ വലിപ്പത്തിനൊന്നുമല്ല പ്രസക്തി. ഇത് കണ്ടില്ലേ, നയന മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ വാൾക്രീപ്പറൊക്കെ വെറും സിമെന്റിന്റെ തിണ്ടാണ്, പക്ഷെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇത് കണ്ടോ. ഒരുപാട് ചെടികളുടെ കൂടുതൽ കൊണ്ടൊന്നുമല്ല, ഒരുപാട് ക്വാണ്ടിറ്റി ചെടികളൊന്നുമില്ല, പക്ഷെ ഉള്ളവയെ അതിമനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ സിമെന്റ് കൊണ്ട് തിണ്ടുണ്ടാക്കിയാൽ ഒന്നുകിൽ അതിന്റെ മുകളിൽ ഗേറ്റ് വെച്ച് അതിന്റെ മുകളിൽ പറകോള കൊണ്ട് എന്തെങ്കിലും ചെയ്ത്, അതല്ലെങ്കിൽ ഏറ്റവും കൂടിപ്പോയ ഒരു കുറച്ച് ചട്ടികൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. എപ്പോഴും പെയിന്റിംഗ് ആണ് സാധാരണ നമ്മൾ സിമെന്റിന്റെ വാളുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ ജീവനുള്ള നല്ല ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആ ഫ്രണ്ടിൽ കാണുന്ന നമ്മുടെ വാൾക്രീപ്പറും അതുപോലെ തന്നെ ഇവിടെയും വാൾക്രീപ്പറാണ്. ഈ പച്ചപ്പിന്റെ മുകളിൽ ഇത്രയും ചെടികൾ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ ബൊഗൻവില്ലകളുടെ ഒക്കെ നല്ല കളക്ഷനേക്കാൾ ഉപരിയായിട്ട് അത് ആ ഒരു പച്ചപ്പും ആ ഒരു ഫ്ലവറും കൂടെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി, ഒരു മനോഹാരിത വളരെ വലുതാണ്. ഇതിലെ പോകുന്ന ഏതൊരു വണ്ടിക്കാരും ഒന്ന് ചവിട്ടി നിർത്തി നോക്കാതെ പോകാറില്ല. അതേപോലെ ജീവനുള്ള മതിലുകൾ ഉണ്ടാക്കാൻ പലരും ശ്രമിക്കാറില്ല. ഇത് നോക്കിയേ, എന്തൊരു ഭംഗിയാ. ഒരു കൊച്ചു വീടാണ്, പക്ഷെ ആ വീടിനെ എത്ര മനോഹരമാക്കിയിട്ടാണ് നോക്കിയാൽ റോഡിലൂടെ പോകുന്നവർക്കും എല്ലാം. എന്തായാലും നമുക്ക് ഒന്ന് കയറിയിട്ട് ചോദിച്ചു നോക്കാം. എന്താല്ലേ ഇത് ഇവിടുന്ന് ഇങ്ങനെ കാണുന്ന പുറത്തേക്ക്, അതായത് റോഡിലേക്ക് കാണുന്ന ഒരു വ്യൂ കണ്ടോ. ഭയങ്കര, എനിക്ക് തോന്നുന്ന ഈ വീട്ടുകാർ ആസ്വദിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഇവർ അയൽവാസികൾ ശരിക്കും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇത് തന്നെ ആയിരിക്കും കാണുന്നുണ്ടാവുക. എന്തോ ചേട്ടാ, എന്നാ പരിപാടി? എന്തായാലും ഒരു ഒറ്റ മിനിറ്റ് മൈക്കൊന്ന് കുത്തിക്കോട്ടെ കേട്ടോ. ഇങ്ങനെ ഒരു രീതിയിൽ മതിൽ ചെയ്യാം എന്നൊരു ഐഡിയ തോന്നിയത് പല സ്ഥലത്തും ഇങ്ങനെ ചെറുതായിട്ടുള്ള ഇതൊക്കെ കണ്ടു. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, റോഡ് കോൺക്രീറ്റ് ആണ്, പക്ഷെ എന്നാലും ഞാൻ ആ പൈപ്പിന്റെ ഉള്ളില് മണ്ണ് നിറച്ച് വെച്ച് പിടിപ്പിക്കാൻ കുറച്ച് ശ്രമകരമായി വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് പിടിപ്പിക്കാൻ കുറച്ച് പണി. അതായത് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് നന്നായിട്ട് പിടിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണ്. വാൾക്രീപ്പർ വേറെ ഒന്നല്ല, നമ്മൾ സിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 6 മാസം 7 മാസത്തോളം അതിന്റെ ഓറ മണ്ണിൽ നിന്ന് പോകില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എന്നിട്ട് അതിന് ശേഷം എങ്ങനെ ചെയ്തെടുത്തു? അതിന്റെ ഉള്ളിൽ ഈ കോൺക്രീറ്റിന്റെ ഉള്ളിൽ ഹാള് ഉണ്ടായിരുന്നു, പൈപ്പ് വെച്ച ഹാള്, എയർ പോകാൻ വേണ്ടിയിട്ട് ഹാള് വെക്കുമല്ലോ, അതിനകത്ത് മണ്ണ് നിറച്ച് വെച്ച് അതിൽ നിന്നാണ് 2-3 എണ്ണം പിടിച്ച് അങ്ങനെ 2 കൊല്ലം കൊണ്ടാണ് ഏകദേശം ഒന്ന് കവറായി കിട്ടിയത്. അപ്പൊ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് എവിടെ സ്ഥലം, പേരെന്താ, ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇതൊക്കെ ഒന്ന് പറഞ്ഞു. എൻ്റെ ശരിക്കും തറവാട് മീനങ്ങാടി പഞ്ചായത്തില് അത്തിനിലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അന്ന് ഞാൻ ഒരു 10 വർഷമായി ഈ സ്ഥലം മേടിച്ച് വീടടക്കം മേടിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. ഇതിന്റെ ഫ്രണ്ടൊന്നും ഇങ്ങനെയല്ലായിരുന്നു. വന്നതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ടുള്ള വഴി ശരിക്കായതും റോഡിന് വീതി അന്ന് പിന്നെ പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം വന്ന് റോഡിന് കാരാപ്പുഴ വരെ വീതി കൂട്ടിയപ്പോഴാണ് ഈ കോൺക്രീറ്റ് വന്നത്. അതിനു മുമ്പ് ഇത് പിന്നെ കല്ലുകൊണ്ട് കെട്ടിയതാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് മീനങ്ങാടി പഞ്ചായത്തിലെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിന്റെ ഓപ്പോസിറ്റ് റോഡിന് റാട്ടക്കുണ്ട്. ആരൊക്കെയുള്ള? എനിക്ക് വൈഫും മോനും ഉണ്ട്. മോൻ ബികോം കഴിഞ്ഞു, മോള് അല്ല വൈഫ്. ഈ മോളെ എന്ന് വിളിക്കുന്ന വൈഫിനെ അല്ലേ? എന്നാ പിന്നെ വൈഫിനെ ഒന്ന് പരിചയപ്പെടുത്ത്. എങ്ങനെ പേര്? ജോളി. പേടിക്കുന്ന പേരാ കേരളം. അപ്പോ എന്തായാലും രണ്ടുപേരും കൂടിയാണോ? മോൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. മോൻ ബികോം കഴിഞ്ഞപ്പോൾ ഒരു തൽക്കാലം കോറിയിലെ സൂപ്പർവൈസറായിട്ട് പോവുകയാണ്. എനിക്ക് ചെറുപ്പം മുതലേ പൂച്ചെടിയോട് ഭയങ്കര താല്പര്യമാണ്. അതല്ല ചോദ്യം, ഈ രണ്ടിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഈ സുഖം? എനിക്ക് തന്നെയാണ്. അപ്പോ എത്ര വർഷമായിട്ട് ഇതിങ്ങനെ എങ്ങനെയാണ് ഇതിന്റെ കളക്ഷൻ ഒക്കെ? ഒരു തുള്ളി പോലും ചെടിയില്ലാത്തൊരു വീടായിരുന്നു. അതെ. അപ്പൊ ഇത് എങ്ങനെ? വീട് ഇവിടെ ഒരു തൊഴുത്തായിരുന്നു, ഫ്രണ്ടിലൊരു തൊഴുത്തിന്റെ ഇതായിരുന്നു, ഒരു ചാണാക്കുഴിയായിരുന്നു, വഴിയും കൂടി കയറാൻ വഴിയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇതിന്റെ മണ്ണൊക്കെ എടുത്ത് ഒന്ന് വഴിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വേറെ ചെടികൾ നട്ട്, ബന്ദി, ചെണ്ടുമുല്ല അങ്ങനെയുള്ളതൊക്കെ നട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി അതിലും നല്ലത് ബോഗൻവില്ല മൊത്തത്തിൽ നിറഞ്ഞു വരുമ്പോൾ മനോഹരമാവുമെന്ന് തോന്നി. അങ്ങനെ പല സ്ഥലത്തുനിന്ന്, തൃശ്ശൂര്, പിന്നെ മൈസൂര്, അങ്ങനെ പല സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്ത് ഇത്രയും വെറൈറ്റി ആയിട്ട്
ഉണ്ടാക്കി. ഇപ്പോഴും ഞാൻ ബോഗൻവില്ല പല പോകുമ്പോൾ ഇവിടെ ഇല്ലാത്ത കളറ് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ശരിക്കും എന്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? ഞാൻ ഈ കാടുവെട്ടും മെഷീൻ അതിന്റെ പണിക്കാരുണ്ട്, അവരെയും കൊണ്ട് പോവുകയാണ്. പോയി ആ വർക്ക് ഓരോരുത്തർ വിളിക്കുന്നുണ്ട്, അവരെ പണിക്കാരെ കൊണ്ടുവന്നാക്കും. എന്താണ് ഇതിന്റെ പോട്ടി മിക്സുകൾ? എന്താണ് ഇത് ഞാൻ ചെയ്യുന്നത്? ഈ പച്ചക്കറി വേസ്റ്റുകൾ പച്ചച്ചാണാൻ വെള്ളത്തിൽ കലക്കി പുളിപ്പിച്ചിട്ട് അതിന്റെ വെള്ളം എടുത്തിട്ട് വെള്ളം മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും. സ്ലറി ആയിട്ട് ഒഴിക്കും. അതാണ് മെയിൻ ആയിട്ടുള്ള. എത്ര ദിവസം കൂടുമ്പോൾ ഒഴിക്കും? അങ്ങനെ ഇപ്പൊ പൂവൊക്കെ ഉണ്ടല്ലോ, ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ഒഴിച്ചിട്ടില്ല. പ്രൂൺ ചെയ്യാറില്ലേ? ഞങ്ങൾ മറ്റേ ഇങ്ങനെ ഇംഗ്ലീഷ് വളങ്ങളൊന്നും ചെയ്യാറില്ല. എന്നാലും ഇതേപോലെ പൂവുണ്ടാവും. അപ്പൊ ഞാൻ പൂ ഉണ്ടാവാൻ വേണ്ടി സ്പ്രേ ചെയ്യാറില്ല. ഞാൻ അത് അന്വേഷിച്ച് നോക്കുമ്പോ പിന്നെ പൂ ഉണ്ടാവണമെങ്കിൽ അത് സ്പ്രേ ചെയ്താലേ പൂ ഉണ്ടാവും. ഞാൻ കേട്ടു, അതുകൊണ്ട് ഉണ്ടാവുന്ന പൂ ഉണ്ടായാൽ മതി എന്നുള്ള കണക്കൂട്ടി ഈ ഇതാണ് അധികം ചെയ്യുന്നത്. പച്ചക്കറി പിന്നെ പഴം ഇതൊക്കെ അതിന്റെ വേസ്റ്റ് കൊണ്ടുവന്ന് ചട്ടിയിലിട്ട് വെച്ചേക്കുക. പിന്നെ ഒരു 3-4 ദിവസത്തേക്ക് ഇത്ര നടക്കാൻ പറ്റും. അതാ ഞാൻ ചോദിക്കാൻ വന്ന അടുത്ത ചോദ്യം. അതാ ആൾക്കാർ വിചാരിക്കും ഇവരെ സേഫ്റ്റി ടാങ്ക് സ്മെല്ലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ സ്മെല്ല് വരുന്നത്. പിന്നെ സ്മെല്ല് വന്നോട്ടെ, എന്നാലും ഇച്ചിരി പൂവാണല്ലോ. ഇച്ചിരി ജനങ്ങളാണെങ്കിലും ഇപ്പൊ എന്തായാലും ഞങ്ങൾ വന്നതിന് ശേഷം ഈ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒരു ചെടിയില്ലാത്ത ഒരു വീടില്ല. ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല. അതാണ് ഈ മുല്ലപ്പൂമ്പൊടിയേറ്റ് അടക്കം കല്ലിനും ഉണ്ടാ സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ. വന്നാലും നമുക്ക് നമ്മുടെ ഉള്ളത് കൊടുക്കുന്നതിന് നമുക്ക് യാതൊരു മടിയില്ല. അതൊരു വീടിന്റെ മുമ്പിൽ ഒരു കഷ്ണമൊക്കെ നമ്മൾ മുറിച്ചു കൊടുക്കും. അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ മുറിച്ചു കൊടുക്കും. കാരണം നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ അത് പറയണ്ട, പിന്നെ ഒറ്റ കഷ്ണം ഇവിടെ ഉണ്ടാവില്ല. അല്ല, ഇതിന്റെ കൊമ്പൊക്കെ വെട്ടി ഞാൻ ഈ റോഡിൽ ആൾക്കാർ വന്ന് മുറിച്ചുകൊണ്ട് പോകും. കുഴപ്പമൊന്നുമില്ല. ഇല്ല, ടൂറിസ്റ്റുകൾ വരുമ്പോ ചോദിക്കുമ്പോ ഞങ്ങൾ മുറിച്ചു കൊടുക്കാറുണ്ട്. ഇതിലെ പോണവരൊക്കെ വരുമ്പോ തികച്ചും സൗജന്യമായിട്ട്. അതായത് മണ്ണ്, ചാണകം, ചകിരിച്ചോറ്. ചാണകം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി, ചകിരിച്ചോറ്. അപ്പൊ മണ്ണ് കൂടുതൽ എടുക്കും. ചകിരിച്ചോറും ചാണകവും കുറച്ച് ഇടാറുള്ളൂ. അത് മിക്സ് ചെയ്തേച്ച് അങ്ങ് നടും. ശരിക്കും നമ്മൾ കമ്പ് ഇതിന്ന് മുറിച്ചു കുത്തിയിട്ട് അതേ ക്വാളിറ്റി തന്നെ കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. ഒരു മാറ്റമില്ല. ഡബിൾ കളറൊക്കെ ഒന്നും മാറുന്നു. അപ്പൊ അതേപോലെ തന്നെ വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇല്ലാത്ത കളറുകൾ പോയി കളക്ട് ചെയ്യും. ഇവിടെ ഒരു പാറ ഉണ്ട്, ഇവിടെ ടൂറിസ്റ്റുകൾ കണ്ടമാനം പോകുന്ന. അതായത് നമ്മുടെ കേരളക്കാർ തന്നെ, കോളേജ് സ്റ്റുഡൻസ്, സ്കൂള് പിള്ളേരൊക്കെ ഇതിൽ ഇഷ്ടംപോലെ ഇവിടെ കുരിശുമല കയറുന്ന അവർ പോകുന്നുണ്ട്. അവർ ഈ മതിലിന്റെ താഴെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇതിന്റെ മൊത്തത്തിൽ ഭൂരിഭാഗം ആൾക്കാരും ഒരു സന്തോഷം നമുക്കത് കാണുമ്പോൾ അല്ലേ? ശരിക്കും സെൽഫി ഒക്കെ എടുത്ത് അതേപോലെ വിദേശികൾ കുറെ പേര് ഇതിൽ പോകുന്നുണ്ട്. അവരാണെങ്കിലും ഇവിടെ നിന്ന് ഭൂരിഭാഗം ആൾക്കാരും ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഏതൊരു വ്യക്തിയും അത്യാവശ്യം പ്ലാന്റിനെ കുറിച്ച് ഒരു സ്നേഹമുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും ഇവിടെ വരുമ്പോൾ, ഇവിടെ ഹമ്പൊന്നുമില്ല, കട്ടറൊന്നും ഇല്ലെങ്കിലും വണ്ടി ഇവിടെ നിർത്തിയത് ഒരു 2 മിനിറ്റെങ്കിലും നോക്കിയിട്ടാണ് പോകുന്നത് അല്ലേ? സംഭവം ചെയ്യുന്ന ആൾക്കാരോട് അത് ചെയ്താൽ മാത്രം പോരാ, നമ്മളത് അതേപോലെ തന്നെ അതിന് നമ്മൾ ഇഷ്ടപ്പെട്ട ഏത് ചെടിയാണോ ആ ചെടീനെ കൂടുതൽ, കാരണം കണ്ടമാനം ചെടി ഉണ്ടായിട്ട് കാര്യമില്ല. അതിന് ഉള്ള ഒരു ചെടീനെ നോക്കി, അതായത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ചെടി, പിന്നെ ആ പ്രദേശത്തിന് പറ്റിയത്. എനിക്കിവിടെ ഈ വെയിലുള്ളത് കൊണ്ടാണ് ബോഗൻവില്ല ഇവിടെ ഇങ്ങനെ പിന്നെ പൂ ഉണ്ടാകുന്നതും വരുന്നതും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബോഗൻവില്ലയിൽ കൂടുതൽ. അതായത് നിങ്ങൾക്ക് അനുസരിച്ചുള്ള പ്ലാന്റുകളല്ല നമ്മൾ വളർത്തേണ്ടത് എന്നുള്ളതാണ് എൽദോ ചേട്ടൻ പറഞ്ഞത്. നമ്മൾ ഒരു നേഴ്സറി ആയിട്ട് അത് കൊടുക്കാനോ സെയിൽ ചെയ്യാനോ നമ്മൾ ആഗ്രഹിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് അവിടെ പറ്റിയത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോർ ചെയ്യാൻ പറ്റുന്ന ഇതല്ല ഇവിടെ. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ തിരിയുന്നില്ല. ഇപ്പൊ മറ്റേ ഇത് മാത്രമാണ് നമ്മുടെ. അതെ, ബോഗൻവില്ല ഇവിടെ ഇഷ്ടം പോലെ വെയിൽ, യഥേഷ്ടം വെയിലുള്ളത് കൊണ്ടും വാൾ ക്രീപ്പറിനാണെങ്കിൽ അത്യാവശ്യം വെയിൽ വേണം. അതേപോലെ ഇഷ്ടം പോലെ പച്ചപ്പാണ്, തിണ്ട് ഇഷ്ടം പോലെ. അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ ഫ്ലവറും കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു വേറെ റേഞ്ചാണ്. ഒരുപാട് ചെടികൾ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കണ്ടമാനായിട്ട് ഉണ്ടായിട്ടല്ലോ ആളുകൾ ഇവിടെ നിർത്തി നോക്കുന്നത്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് തിണ്ട് കംപ്ലീറ്റ് പച്ച കളറും അതിന്റെ മുകളിൽ ഇച്ചിരി ഫ്ലവർ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര മനോഹരമാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു 2-4 മാസത്തോളം ഉണ്ടാവുള്ളൂ അല്ലെ? അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 1 കഴിഞ്ഞ് 2 കഴിഞ്ഞത് ഇപ്പൊ 3-മത്തത് 2ാമത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതും ഇതേപോലെയൊക്കെ തന്നെ മണ്ണും ചകിരിയും ചാണാനും ഞാൻ ഇടാറുള്ളൂ.
പിന്നെ എല്ലാരും ഇതൊക്കെ തന്നെ പറയും, ഇതേപോലെയുള്ളൂ എന്ന് പറയും. പക്ഷെ നമ്മളൊന്നും നട്ടിട്ട് ഇതേപോലെ ആവുന്നില്ല എന്ന് എല്ലാരും പറയുന്നത്. അല്ല, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോ മണ്ണിന്റെ ഏറ്റവും പൊട്ട മണ്ണാണ് ഞങ്ങളുടെ, ഞങ്ങൾക്ക് പിടിച്ചു കിട്ടുന്നത്. പിടിച്ചു കിട്ടും. ഞാൻ അതിട്ട് ഇപ്പൊ മണ്ണ് പുറത്തുനിന്ന് വിട്ടില്ല, ആണല്ലേ? ചട്ടി നിറയ്ക്കാൻ മണ്ണ് അത്രയും മോശമല്ലേ ഈ ഭാഗത്തെ ഭാഗമൊക്കെ പോലെ ഒരു പിന്നെ കുമ്മായ മണ്ണാണ് ഇവിടുത്തെ മണ്ണ്. അപ്പൊ ഇവിടെ അടുത്തുനിന്ന് ഞാൻ മണ്ണ് ചാക്കില് വണ്ടിയിൽ കൊണ്ടുവരാണ്. അപ്പൊ ആൾക്കാർ ഇത് കേൾക്കണം. കാരണം എന്താണെന്നറിയോ, ഈ മണ്ണുകളും സൗകര്യങ്ങളും ഒക്കെ കുറഞ്ഞിട്ട് പോലും അത് വെച്ച് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പ്ലാന്റുകൾ ഉണ്ടാക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ മണ്ണിനേക്കാൾ ഉപരി അവർക്ക് നമ്മൾ സ്നേഹം കൊടുത്ത് വളർത്തുക, അല്ലെങ്കിൽ ആ രീതിയിൽ കെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും അവരടുത്ത് ഉണ്ടായാൽ മതി. ഇത് നമ്മൾ 3-4 മാസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ കൂടുതൽ നിൽക്കുന്നതിനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. ഇത് അങ്ങനെ നമ്മൾ ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് ആർക്കെങ്കിലും ഒക്കെ കൊടുത്തു വിടും. ഇതുപോലെ നിൽക്കുന്ന ഇത് ഇങ്ങനെ തന്നെ പറ്റി നിൽക്കണം, അല്ലാതെ ഭംഗിയില്ല. ഇതിനെ ഇപ്പൊ അടുത്ത് കട്ട് ചെയ്തിട്ടുള്ളൂ ചായൻ, ഒരു 3 മാസമൊക്കെ ആയിട്ടുള്ളൂ. ഇങ്ങനെ വരുന്നതിന് മുഴുവൻ ഇങ്ങനെ എടുക്കും. ഇതേ കണ്ട, ഇങ്ങനെ കൂടി വരുന്ന ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കും. അതൊക്കെ നമ്മൾ വെട്ടിയെടുക്കും. അത് കാരണം ഇവിടെ കുറെ ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ കൊടുത്ത് എല്ലാവരും നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് വെച്ചതാണിത്, വെറുതെ ഒരു പരീക്ഷണാർത്ഥം. ഈ 2 കളറും അല്ലേ, അത് നമ്മള് ബേബി പിങ്കില് വേണം, പിന്നെ അങ്ങനെ നോക്കി തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നതാ. ഇത് തൃശ്ശൂരിന്ന് നമ്മൾ അവിടെ ഉള്ള ഒരു ഇതിന്ന് വാങ്ങിക്കൊണ്ടുവന്നു. എല്ലാം ഇതിന്റെ വെറൈറ്റികളാണ്. 3 കളറിന്റെ ഉണ്ടായിരുന്നു, അതില്ല ഇപ്പൊ. അതിന്റെ കളർ പൂവുണ്ടായി കഴിഞ്ഞു. ഇതിലിപ്പോ നമുക്ക് 2-3 ചെടികള് മഴക്കാലത്ത് നിറയെ പൂവുണ്ടാവുന്നതുണ്ട്. ബൊഗൈൻവില്ലയില് അത് അതിന്റെ ഒരു ബ്രീഡാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കടക്കാര് പറഞ്ഞ് നമ്മൾ അങ്ങനെ വാങ്ങിച്ചിരിക്കുന്നത്. അത് ഉണ്ടായിട്ടുമുണ്ട് നമ്മൾക്ക്, അവര് വെറുതെ പറഞ്ഞതല്ല. 4 മാസത്തോളം നമുക്ക് ആളുകൾക്കൊക്കെ വിരുന്ന. ഞാൻ കയറി വന്നപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ ഇത് ആസ്വദിക്കുന്നേക്കാൾ കൂടുതൽ നിങ്ങളുടെ അയൽവാസികൾ ഇത് ആസ്വദിക്കുന്നുണ്ട്. ആ 2 വീട്ടുകാർക്ക് എന്നും രാവിലെ മനോഹരമായ കാഴ്ചയായിരിക്കും. കാരണം എഴുന്നേറ്റ് ഇങ്ങ് നോക്കുമ്പോൾ ഈ ഒരു വൈബ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു എനർജി ഉണ്ടാവും. ഇവിടെ കയറി നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള വീടാണെങ്കിലും അവർക്ക് പൂച്ചെടിയോട് നല്ല താല്പര്യമുള്ള ഒരു വീടും അവരത് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതേപോലെ വെച്ച് പിടിപ്പിക്കാൻ അവർക്ക് സൗകര്യവും കാര്യങ്ങളും ഇതേപോലെ അങ്ങനെ ആക്കാനുള്ള ഒരു സെറ്റപ്പില്ല അതിന് അവിടെ ഇല്ല. അതിന്റെ ഇതാ ഇവിടെ ഈ ഇങ്ങനെ ഈ കേറ്റാർക്കം ഉള്ളത്. അതായത് വീണയുടെ മിഷൻ ലോകം ഞാൻ ആദ്യം പറഞ്ഞു. അതായത് നമുക്ക് എന്താണോ അനുയോജ്യമായി തോന്നി നമ്മൾ അതങ്ങ് ചെയ്തു. അപ്പൊ ചെടികൾ ചെയ്യുന്നവരോട് ആ രീതിയിലാണ് പറയാനുള്ളത്. അതായത് നമ്മുടെ സ്ഥലത്ത് ഏതാണ് വീടിന് അനുയോജ്യമായ അവിടെ ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടമാനം വാരി കൂട്ടിയിട്ട് കാര്യമില്ല. അത് അതിൻ്റെതായ രീതിയിലുള്ള ആ വീടിനോട് ചേരുന്നതായ ഇത് ചെയ്യുന്നത് 2 എണ്ണാണെങ്കിലും മനോഹരമായിട്ട് ചെയ്യുക. ആൾക്കാർക്ക് മൊത്തം നമ്മുടെ ചെടി കാണും നേരം വെളുത്ത് എഴുന്നേക്കുമ്പോ. നിങ്ങൾ കാണുന്നത് ഫാൻഡൻ റോക്ക് ആണല്ലേ? ഫാൻഡൻ റോക്ക് ഈ കാണുന്നതല്ലേ അത്? അതെ. വീട്ടില് ഇരുന്നാൽ അല്ലെങ്കിൽ സിറ്റ് ഔട്ട് ഇരുന്നാൽ പോലും കാണാം. ഓഹോ, ഇത്ര അടുത്തല്ലേ? വേൾഡിൽ അറിയപ്പെടുന്ന ഇതാണ് ഫാൻഡൻ റോക്ക്. ഇത് ഇവിടെ ഇരുന്ന് കാണുന്ന രംഗാണ് വീട്ടിൽ നിന്ന്. നല്ല ഭംഗിയില്ലേ കാണാൻ? എല്ലാവരോടും നേരത്തെ പറഞ്ഞ പോലെ അവനവന്റെ ഇഷ്ടത്തിനല്ല, അത് മക്കളെ വളർത്തുന്ന പോലെ. മക്കളുടെ കുറെയൊക്കെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവര്, നമ്മളിപ്പോൾ എഞ്ചിനീയർ ആവണം ഡോക്ടർ ആവണം എന്ന് പറയുന്ന പോലെ അല്ലാതെ ഇപ്പം നമ്മുടെ വീട്ടിൽ വളരാൻ ആവാസ വ്യവസ്ഥയുള്ള പ്ലാന്റുകളെ മാത്രം കൊണ്ടുവന്ന് വെക്കുക. അതേപോലെ കൊക്കിലൊതുങ്ങാവുന്നത് കൊത്തുക, ഒരുപാട് വാങ്ങി കൂട്ടാതെ. അങ്ങനെയല്ലേ പറഞ്ഞേ? ഒരുപാട് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരുപാട് വാങ്ങിക്കൂട്ടാതെ അവർക്ക് വളരാനും അവരെ പൈസക്ക് നമ്മൾ കണ്ടമാനം പൈസ ഉണ്ടായി കണ്ടമാനം വാങ്ങി കൂട്ടിയിട്ട് കാര്യമില്ല. അതിനെ ശുശ്രൂഷിക്കാനും അതിനെ കൊണ്ടു നടക്കാനും അതിനുള്ള മനസ്സും വേണം, അതിന്റെ ഒരു താല്പര്യവും വേണം. അതുപോലെ നമ്മുടെ സ്ഥലവും അതിന് അനുയോജ്യമാണോ നോക്കണം. അപ്പോൾ ഏറ്റവും വലിയ പോയിന്റ് ആണ്, കുഞ്ഞതാണെങ്കിലും, അതായത് ക്യൂട്ടാണ്, കുഞ്ഞതാണ്, സ്ഥലം കുഞ്ഞതാണ്, അതേപോലെ ചെടികളും കുറച്ചേ ഉള്ളൂ, പക്ഷെ അതിമനോഹരമായി വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും വേണ്ട, തിണ്ട് മാത്രം കണ്ടാൽ പോരെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. വീഡിയോ വരുന്ന സമയത്ത് കാണുക കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ബൈ പറഞ്ഞേ. ബൈ. എന്നോടൊരു പരാതി ഉണ്ട്, ഞാൻ എല്ലാ സ്ഥലത്തും ഞാൻ ടാറ്റ ചോദിക്കുന്നു പറഞ്ഞ. ടാറ്റ ചോദിക്കുന്ന ഒരു സന്തോഷമുള്ള കാര്യമല്ല. ഗ്രീൻ ഹെവന്റെ ബൈ.